ഇതാ ആ കാണുന്ന പാറയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് ഈസിയായി കയറിപ്പോകാൻ പറ്റുന്ന ഒരു പാറയാണ് മയിലാടിപ്പാറ. ചെറിയൊരു കയറ്റാണ്. അവധി ദിവസങ്ങളിൽ കാറ് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കുറച്ച് പാടായിരിക്കും. ചെറിയ റോഡാണ്. ഇവിടെ വന്ന് തിരിക്കലും പാർക്കിങ്ങും ഒക്കെ പണിയാണ്. ബൈക്കാണെങ്കിൽ സീനൊന്നുമില്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ തിരിച്ചു വിടുമായിരുന്നു. പിന്നെയാണ് അങ്ങോട്ട് കൊറോണ മുതല പിന്നെ ആരും ലിമിറ്റ് ചെയ്യാൻ പറ്റാതായിട്ട്. എന്തൊരു ബിൽഡിങ് വരുന്നുണ്ട് അവിടെ പാറയുടെ താഴെ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങുന്നത്. അവിടെ വരെ ബൈക്ക് കൊണ്ട് വരാം, അവിടെ കൊണ്ടുവിടാം. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ദിവസം മറ്റേ സൈക്കിളും കൊണ്ട് കയറിയിട്ടുണ്ട്, ഞാനും വേറെ ചെക്കനും കൂടെ. രാവിലെ വന്നിട്ട് ചവിട്ടി കയറി അതേ തള്ളി കയറ്റിയോ? ഇവിടുന്നൊക്കെ ചവിട്ടി പോയി. അവിടെ ഒരു പാറയില്ലേ, ആ വളയുന്നല്ലേ. ഞാൻ ബൈക്ക് കയറ്റിയിട്ടുണ്ട്. പണ്ട് നീ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ, പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇവിടെ സ്പോർട്സിന് എന്തോ വന്നിട്ട് അങ്ങനെ വന്നല്ലേ? ഏതിലെയോ കയറി വന്നിട്ട് അതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. അതിലേതിലേക്കാണ്ടാ കയറി വന്നത്. എന്നിട്ട് ഏതോ ഗുഹയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് വന്നിട്ട്. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം കല്ലുരുണ്ട് പാറ, ഉരുളുപൊട്ടലല്ല, അതിൻ്റെ ചെറിയൊരു ഇതില്ലേ, അങ്ങനെ കുറേ കല്ലും പാറയൊക്കെ വന്നോ. അത് ഇവിടെ നിന്നല്ലേ വന്നേ? ഇതിൻ്റെ മുകളിൽ കോറി ഉണ്ടോ? ഇല്ല, ഉണ്ടോ? അങ്ങനെ എന്തോ പറഞ്ഞു, കോറീൻ്റെ അവിടെ നിന്ന് പൊട്ടി വന്നതെന്നൊക്കെ പറഞ്ഞേ. ആണോ? ബൈപ്പാസിലേക്ക് വെള്ളം വന്നല്ലേ അത് ഈ അടുത്ത്? അതല്ല, വലിയ പാറാണ് കേട്ടോ. ഓരോ വള്ളി നോക്കില്ല മരത്തിൽ. അതെന്താ അത്, മുരിക്കിൻ്റെയോ? മുള്ളു പോലെ അല്ലേ? ഉണ്ടോ? എന്താ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇറങ്ങി നോക്കി ഒരു വെള്ളം പോകുന്ന സൗണ്ട് കാണുന്നില്ല. അടിയിലവിടെയാണെന്നില്ല, വെള്ളം പോകുന്നുണ്ട്. ഇവിടെയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഈ ആൾക്കാർ പോയിട്ട് അലമ്പാക്കി വരുന്നവർ മുഴുവൻ എഴുതി വെച്ചൊക്കെ ഓർക്കുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ഏരിയയിലാണ് മറ്റേ പുലി കയറിയിരിക്കുക. ഇവിടെ എപ്പോഴും ഉള്ളതാ പുലിയോ? ഇന്നൊരു ഫോട്ടോ കണ്ടായിരുന്നു വയനാട് ഗ്രാമിൽ, ഇവിടെ പാറേൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഏതോ കാലം തൊട്ട് പുലിയും പിന്നെ എന്താ പട്ടിപ്പുലി എന്ന് പറയുന്നില്ലേ, അത് അത്രയും ഉണ്ട്. പ്രാവശ്യം വന്നപ്പോൾ എന്നെ താഴത്തെ ചാട്ടം തിരിച്ചു വിട്ടോ. പുലിയും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, പോണ്ടെന്നും പറഞ്ഞിട്ട്. ഇതൊന്നും ഞാൻ നാൾ വന്നപ്പോൾ ഇല്ല കേട്ടോ, ഈ സാധനമൊന്നും ഇല്ല. കലുങ്കോലില്ല. ഇവിടെ എന്താ ഭയങ്കര വീതിയുള്ള റോഡ് പോലെയൊക്കെ അല്ലേ? ഇവിടെ ഒരു ഒറ്റ പാറ എന്നിട്ട് ഇങ്ങനെ നടന്ന് കഷ്ടി കയറി പോകുന്ന ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റോഡ് പോലെ ആയിട്ടുണ്ടല്ലോ ഇവിടെ. മുകളിൽ വരെ പോകുന്നു. ഇതാ അതിൻ്റെ പണി നടന്നപ്പോൾ എന്തും ചെയ്തായിരിക്കണം. അതിൻ്റെ ചുറ്റും കമ്പിയൊക്കെ വെച്ചില്ലേ. അപ്പോൾ എന്തിനാ മുകളിൽ വരെ വണ്ടി പോയിട്ടുണ്ടാവൂലേ മെറ്റീരിയലും കൊണ്ടാ? ഇതിപ്പോൾ കണ്ടിട്ട് വണ്ടി കയറി പോകുന്നു തോന്നുന്നു. പ്ലാസ്റ്റിക് എന്തോ അല്ലേ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എല്ലാം സെറ്റ് എന്ന് നോക്കുമ്പോൾ ഉണ്ടാവും ഒരു കവറോ കുപ്പി ഉണ്ടാവും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കണ്ടാ, ഇത് ഓരോന്നും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടുന്നല്ല. പാറയിൽ മൊത്തം എഴുതി വെച്ചേക്കുന്നത് ഒരു പാറ പോലും വിടൂല. എന്താ അവിടെ ഇതാത്തെ? ഇവിടെ കാൽപ്പാടുള്ള സ്ഥലം, അത് കണ്ടിട്ടില്ലേ? അതൊക്കെ മൂടിയില്ലേ ഇപ്പം? അല്ല, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഈ പാറയൊക്കെ നോക്ക്, ഇങ്ങോട്ട് തള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള പാറ. നമുക്ക് വേര് കണ്ടോ, മരം ഉണ്ടായിട്ട് വേര് ഇങ്ങനെ പോയേക്കുന്നു. അടിപൊളിയല്ലേ?
ശരിക്കും ഇത് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇവിടെ കൽപ്പറ്റ വഴി പോകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് കയറാൻ പറ്റുന്നൊരു പാറയാണിത്. ഈ വഴി പോകുമ്പോൾ നോക്കിക്കോ, ബാക്കിയെല്ലാം നമ്മൾ മെയിൻ വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് ഇങ്ങോട്ട് കയറേണ്ടത്. ഇത് മാത്രം നമ്മുടെ മെയിൻ NH നിന്ന് ഈസി ആയിട്ട് കയറിപ്പോയി. ഇവിടെ ഗേറ്റ് വെച്ചു. എന്ത് ഗേറ്റ് വെച്ചിരിക്കും ഇവിടെ. ഓ, ഗേറ്റൊക്കെ ഫിറ്റ് ചെയ്തു. ഇതൊക്കെ പുതിയതാ. ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ഭാഗമല്ലേ മുഴുവൻ ഇങ്ങനെ ഇവരൊക്കെ ആയിരുന്നു, പഴയ ജന്മിമാരായിരുന്നു ഇവിടെയോ? ആ, ആധാരങ്ങളൊക്കെ നോക്കി അറിയാം ജന്മം ഇങ്ങനെയുള്ളവരുടെ പേരിൽ. ഒരുത്തം വന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഇപ്പം നാളെ ഇവിടെ വന്നപ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നു. അതിനാണ് ഒരു കൗണ്ടർ പോലെ അതിനാണല്ലോ. തിരിച്ചു എല്ലാവരും പോകുന്നുണ്ടപ്പോൾ മനസ്സും എടുത്തിട്ട് നിർത്തിയായിരിക്കും. സത്യം, അവിടെ വരെ വന്നിട്ട് എല്ലാവരും പോയി കാണും. ചെറിയ ഫീസ് വെച്ചോട്ടെ, 10 രൂപയൊക്കെ വെച്ചോട്ടെ. പക്ഷെ ഇവിടെ ഉള്ളവരാരും പിന്നെ വരില്ലടാ. മിക്കവാറും വൈകുന്നേരം വന്നിരിക്കുമല്ലോ ചെയ്യുന്നത്. അല്ല, എന്നാലും ഇപ്പോൾ ഒരു പാർക്കിൽ വെറുതെ കയറി ഇരിക്കാൻ ഇപ്പോൾ ടൗണിലൊരു സ്ഥലം പോലും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും പോയി ഇരിക്കൂലേ. ഇരിക്കണം ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യുന്നതിന് 10 രൂപ ഇപ്പോൾ അധികമാണോ? ഇത് ഫുള്ള് നേരത്തെ അതിൻ്റെ ഉള്ളിൽ അവിടെ വരെ കയറായിരുന്നു. അപ്പം മൊത്തം അടച്ച്. സമ്പൂർണ്ണ ശുചിത്വ വയനാട്, വൃത്തി വിവേകം സംസ്കാരം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ വിവേകം ഉണ്ടെങ്കിൽ കുപ്പി പൊട്ടിച്ചിട്ടേക്കുന്നത് വിവേകം. ആ കുളത്തിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആയിരുന്നില്ലേ? അതിനകത്തോ? അപ്പോൾ ക്ലീൻ ചെയ്തോന്നും അറിയില്ല. കറണ്ട് ഉണ്ട്, സർവീസ് വരാ. അടിച്ചിരിക്കണ്ട. പിന്നെ ക്ലീൻ ചെയ്താലേ? ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നോക്ക്, ഫുഡൊക്കെ തന്നിട്ട് കൊണ്ടിട്ടേക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. 2 മരങ്ങളും എന്തായിരുന്നു? തടാകം. തടാകം. എന്നാൽ അതിലെ പോയിട്ട് വാ, നടന്നു വാ. ഇതാണ് കൽപ്പറ്റ ടൗണ് മൊത്തം കാണാനുള്ളത്. സ്കൈയും കൂടെ അടിപൊളിയായിരുന്നതിൽ സൂപ്പറായിരുന്നു. അവിടെയാണ് സൺസെറ്റ് വരിക. അതേതാ മല? അത് കുറിച്യർ മല. കുറിച്യർ മലയുടെ മുകളിലാണ് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനുള്ളത്. പോലീസിൻ്റെ വയർലെസ് കേരളത്തിൽ 5 സ്റ്റേഷനുള്ളത് ഒരെണ്ണം. ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഉരുൾ പൊട്ടുന്ന മല. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ ഉള്ളതെന്ന് അറിയുമോ? ഇതെന്താ അമ്പലമാണോ അത്? ആ അല്ലേ? എന്താ അമ്പലം അത്? ജൈൻ ടെമ്പിൾ ആണോ? അങ്ങനെ എന്തോ അല്ലേ ഇത്? ആണെന്ന് തോന്നുന്നു. അതെ, നല്ല കാറ്റുണ്ട് കേട്ടോ. ചൈന ക്ഷേത്രം ഇതിപ്പോൾ ഓപ്പൺ ആയിരുന്നു. അതിൽ മുഴുവൻ എഴുതി വെക്കില്ലായിരുന്നോ? ഗ്രില്ലില്ലെങ്കിൽ ഫുള്ള് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോഴും ഉണ്ടല്ലേ? കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്ത് പിന്നെ എഴുതി. അന്നേരമാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. കാറ്റിൻ്റെ ഇതൊന്നും വർക്കാവുന്നില്ലല്ലോ. കാറ്റിൻ്റെ അല്ലേ ഇത്? അല്ലല്ലേ?
അവിടെ അങ്ങനെ എന്തുണ്ട്? അല്ല ഇതെന്താ ടവറല്ലേ? ഈ കൽപ്പറ്റയിൽ വന്നിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണിത്. പക്ഷെ ഇവിടെ വരുന്നവർ ഈ പരിപാടി ചെയ്യരുത്. കണ്ടോ, ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് തിന്നിട്ട് ഇതായിട്ടേക്കും. നശിപ്പിക്കലാണ് ഫുള്ള്. അധികം ദൂരെ നിന്ന് വരുന്നവരായിരിക്കും തന്നെ ചാൻസ്. ഫുഡൊക്കെ എടുത്ത് വരുന്നതല്ലേ. അപ്പോൾ ആ മല തെളിഞ്ഞു വന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ചെമ്പ്രയല്ലേ ഇത്? ആ ചെമ്പ്ര നല്ല അടുത്ത് കിടക്കുക. ഈ ഭാഗത്തേക്കൊക്കെ എന്തൊക്കെയുണ്ട്. കോട കയറി ഇങ്ങനെ വരുന്നുണ്ട്. കോട ഒഴിഞ്ഞു പോകുന്നു. പെയ്യുന്ന മാർഗ്ഗമാസവും ഇത് ജൈൻ ടെമ്പിൾ തന്നെയാണ് കേട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതല്ലേ? അത് ഞാൻ താഴേന്ന് വന്നപ്പോൾ എന്താ ചന്ദ്രനാഥ സ്വാമി ജൈൻ ടെമ്പിൾ. ഇവിടെ മദ്യപാനവും ഇവിടെ സ്വാമി എന്നായിരുന്നു ആദ്യം എഴുതിയത്. ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മത്സ്യം. അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ടേ തോന്നിയ പോലെ ആക്കിയോണ്ടാണ് ഈ ഗ്രില്ലൊക്കെ വന്നത്. അവർക്ക് എന്തായാലും അതിൽ അത്രയും വിശ്വാസമുള്ളതല്ലേ. ചാടി വാ. ഉരുണ്ട് വീഴ്. നല്ല രസമല്ലേ അവിടെയൊക്കെ? ഫോട്ടോ എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു കാൽപാദം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ ഇതേപോലെ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയായിരുന്നു നീ? പിന്നെ ഇല്ല, ഗ്രില്ലിട്ടതിന് ശേഷം പോയില്ല. അവിടെയും ഗ്രില്ലാക്കിയിട്ടുണ്ടാകും നോക്കിയാണ്. അവിടെ ഇത് മഴ പെയ്യാൻ പോവോ? കയറി നിൽക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. ഇതെങ്ങോട്ടാ? ഇതിലേ ഇറങ്ങി പോകുന്ന വഴിക്കുണ്ടല്ലോ. ഇതിലെ നേരെ ബൈപ്പാസ് ഇട്ട് ഇറങ്ങാം. പോയിട്ട് വരാം. ആദ്യം മുകളിൽ പോയിട്ട് വരാം. മുകളിൽ പോയി വരുമ്പോഴേക്കും മഴ സെറ്റ് ആയിക്കോളും. ഇവിടെ ഈ പുല്ല് നിറച്ചുണ്ടായിരുന്നില്ല ഒരിടയ്ക്ക്. നടന്നു പോകുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകണമായിരുന്നു. ഉണ്ടായിരുന്നു. ഇതിലൊക്കെ കയറി വരുന്നുണ്ടല്ലോ. അതിലെന്നിട്ട് എന്തേ മരത്തിൻ്റെ വണ്ണേ ഒരു ടെറർ ഫീൽ ആയല്ലോ അങ്ങോട്ട് വന്നപ്പോൾ. ഇവിടെയാണ് പുലി. ഇപ്പം മഴ വന്നായിരുന്നു അടിപൊളി. ഞാൻ കമ്പിവേലി വന്നവിടെ എത്ര അതിൻ്റെ ഭംഗി പോയില്ലേ. അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി പോയി. ഇതാണ് കാൽപാദങ്ങൾ. കമ്പിവേലിയൊക്കെ വെച്ച് ആൾക്കാർ വന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറുന്നുണ്ടെന്ന്. അതാണ് തോന്നുന്നു കമ്പിവേലി വെച്ച്. മഴ അവിടെ നിന്ന് പെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാൻ പോവാ? കിടക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിലേക്ക് എന്തോ വഴിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കമ്പിവേലിയൊക്കെ ഇട്ടിട്ട് കയറി വരാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യമല്ലേ? ഇത് ശരിക്കും ആ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് ഇതിലേ കയറി വരാൻ പറ്റും. ചീവീടിൻ്റെ സൗണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ.